ഹായ് ഫ്രണ്ട്സ്, കേര കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ പേര് റെനി. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി ചിക്കൻ ചുരുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ചുരുട്ടിന് വേണ്ടി ഞാൻ എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചതെന്ന് നമുക്ക് നോക്കാം. ഒരു സവാള അരിഞ്ഞത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ്, ഒരു സ്പൂൺ ഇഞ്ചി, ഒരു ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, മല്ലിയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, സൺഫ്ലവർ ഓയിൽ, 1/4 kg ചിക്കൻ വേവിച്ചത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടി, ഉപ്പ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഒന്ന് ചൂടായിക്കോട്ടെ. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഇഞ്ചി അതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ട് കുത്തി വെച്ചത്. ഇനി നമുക്ക് ചെറുതായിട്ട് വഴട്ടാം. അതുപോലെ നല്ലതായിട്ട് അടുക്കി പിടിക്കാതെ നല്ലതായിട്ട് വഴറ്റണം. കുറച്ച് ഉപ്പ് നമുക്കിടാം. ആവശ്യത്തിനിട്ടാൽ മതി ഉപ്പ്. ചെറുതായിട്ടൊന്ന് വഴലണം. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം വഴന്നു തുടങ്ങി. അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് ഇടുന്നു. ഇനി നല്ലവണ്ണം ഇത് മിക്സ് ആക്കാം. നല്ലവണ്ണം വഴലണം. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടുന്നു.
എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കുക. ഇനി ഞാൻ ഈ അരിഞ്ഞു വെച്ച മല്ലിയില ഇതിനകത്തേക്ക് ഇടുന്നു. ഇങ്ങനെ നല്ലവണ്ണം വഴട്ടുക. കരിയാപ്പില ഉണ്ടെങ്കിൽ അത് ഇടണമായിരുന്നു, പക്ഷേ കരിയാപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. കരിയാപ്പില ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. ഇത് നല്ലവണ്ണം ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നു. എന്നിട്ട് ഇത് നല്ലവണ്ണം ഇളക്കണം. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. മുളക് പൊടിയുടെ പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. അതിനുശേഷം നല്ലവണ്ണം ഇളക്കണം. മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് മൂക്കട്ടെ. കുറച്ച് ഗരം മസാല ഇടുന്നു. 1 സ്പൂൺ ഗരം മസാല ഞാൻ ഇതിലേക്ക് ഇടുന്നു. നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഞാൻ മുമ്പേ കാണിച്ച ചിക്കൻ അത് വേവിച്ച് വെച്ചതാണ്. അത് ഞാനിപ്പോൾ അരച്ചു. അത് ഞാൻ അതിലേക്ക് ഇടുന്നു. ഇനി നല്ലവണ്ണം നമുക്കിത് മിക്സ് ആക്കാം. അങ്ങനെ ഇവിടെ ചിക്കൻ ചുരുട്ടിൻ്റെ ഫില്ല് ഇവിടെ തയ്യാറായി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നു. ചിക്കൻ ചുരുട്ടുണ്ടാക്കുന്ന ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങളെ കാണിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ഇളക്കണം.
വെള്ളം കൂടിപ്പോവല്ലേ. അങ്ങനെ ഇവിടെ ചിക്കൻ ചുരുട്ടിനുള്ള ഡോ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഞാനിത് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. അതിന് ഷീറ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. ചിക്കൻ ചുരുട്ടിനുള്ള ഷീറ്റ് ഞാൻ തയ്യാറാക്കുന്നു. ചിക്കൻ ചുരുട്ടിൻ്റെ ഷീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫുഡ് കട്ടർ വെച്ച് ഇത് കട്ട് ചെയ്യാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് മാറ്റി വെക്കാം നമുക്ക്. ഈ ചിക്കൻ ചുരുട്ടിന് വേണ്ടി വെച്ച ഗ്രേവി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ ചുരുട്ടാം. നമുക്കൊരു ക്യാൻഡി പോലെ ഇതാക്കാം. അത് നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇപ്പോൾ ക്യാൻഡി പോലെ ആയല്ലോ. ഇനി നമ്മൾ ഈ മുറിച്ച് വെച്ച ഭാഗം എടുത്ത് ഇതിലേക്ക് നമുക്ക് ചുറ്റാം. ഇപ്പം ഇങ്ങനെ ഈ ക്യാൻഡി പോലായി. ഇപ്പം കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് ഇത് കഴിക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നും. നല്ലൊരു ഭംഗിയുമല്ലേ അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത ഷീറ്റ് നമുക്ക് എടുത്തിടാം. നമുക്ക് ഈ കട്ട് ചെയ്ത പീസ് എടുത്ത് നമുക്കിങ്ങനെ കെട്ടാം. അടുത്തതായി ബാക്കി ഷീറ്റ് ഫില്ല് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് വറുത്ത് ഞാനിപ്പോൾ എടുക്കുന്നു. വറുത്തെടുക്കുന്ന വീഡിയോ ഇപ്പോൾ ഞാൻ ഇടുന്നില്ല. അത് നോർമൽ രീതിയിൽ വറുത്ത് എടുത്താൽ മതി. ഞാനിത് വറുത്തെടുത്തു. വറുത്തെടുത്ത ചിക്കൻ ചുരുട്ട് ഒരു സേവിങ് ബൗളിലേക്ക് വെച്ചു കൊടുക്കാം.
അങ്ങനെ ഇവിടെ ചിക്കൻ ചുരുട്ട് റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി വരുന്നതും വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.